ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമായി തന്നെ തുടരുന്നു. ഇപ്പോൾ ആ കലാപത്തിൻ്റെ മുഖം മാറിയിരിക്കുന്നു, ലക്ഷ്യം മാറിയിരിക്കുന്നു. 27 ജില്ലകളിൽ ഹിന്ദു അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടി ആഹ്വാനം നൽകിക്കൊണ്ടാണ് കൊള്ള നടക്കുന്നത്. അതോടൊപ്പം തന്നെ സിഖുകാരുടെ ഗുരുദ്വാരകൾ, ബുദ്ധമതക്കാരുടെ വിഹാരങ്ങൾ, ഒപ്പം തന്നെ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളടക്കം കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ബംഗ്ലാദേശിൽ 8% വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം. ഇതിനകത്ത് സിഖ് സമൂഹം അടക്കമുള്ളവർ പ്രതിഷേധിച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശ് കരസേന ഇതിന് സംരക്ഷണം നൽകണമെന്ന് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ MPമാരും മന്ത്രിമാരുമൊക്കെ കേന്ദ്രത്തിന് ഇപ്പോൾ നിവേദനം നൽകി കഴിഞ്ഞിരിക്കുന്നു. എസ് ജയശങ്കർ പറഞ്ഞത് അവിടുത്തെ കരസേന മേധാവികളുമായി തങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, സംരക്ഷണം ഒരുക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നാണ്. സിഖ് ഗുരുദ്വാരകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുരാതനമായ സിഖ് ഗുരുദ്വാരകളാണ്. ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഗുരുദ്വാരകളാണ്. അതിനു നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളെ പിടിച്ച് പാകിസ്ഥാനിലെ പോലെ കൊന്നൊടുക്കുക, ഒപ്പം കൊള്ളയടിക്കുക എന്ന രീതിയിലാണ് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ പോകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ 27 ജില്ലകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മുസ്ലിം.